നമസ്കാരം. വീട്ടിലെ സാമ്പത്തിക സമൃദ്ധി വർദ്ധിപ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്കും നമുക്ക് ചെയ്യാവുന്ന ലക്ഷ്മി ദേവി പൂജ. നമ്മുടെ വീട്ടിലെ സമൃദ്ധിയും നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും നിലനിർത്താനായിട്ട് നമുക്ക് വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കമലാവൃതം എന്ന് കേട്ടിട്ടുണ്ട്. കമലാവൃതം എന്ന് പറയും. അതായത് കമല എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കന്നിമാസം വരികയാണ്. കന്നിമാസത്തിലെ ഏകാദശി ദിനമാണ് കമലാവൃതം ആചരിക്കുന്നത്. അപ്പം നിങ്ങൾ കന്നിമാസത്തിലെ ഏകാദശി എന്നാണെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എല്ലാ വർഷവും കന്നിമാസത്തിലെ ഏകാദശിക്ക് എല്ലാ വർഷവുമാണ് ഒന്നോ രണ്ടോ വർഷം നമ്മൾ ഇതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പം എല്ലാ കന്നിമാസത്തിലെ ഏകാദശിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്രതം എടുക്കണം. കൊടിയ ദാരിദ്ര്യ ദുഃഖമാകുന്ന സമ്പദ് സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു വ്രതമാണ് ഈ പറയുന്ന കമലാവ്രതം എന്ന് പറയുന്നത്. അത് വീടുകളിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം ഏകാദശി വ്രതം എടുക്കാൻ നമ്മൾ എവിടെയും പോകണ്ടല്ലോ, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കന്നിമാസത്തിലായിരിക്കണം ഈ പറയുന്ന കമലാവ്രതം എടുക്കേണ്ടത്. അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യണം. ലക്ഷ്മി പൂജ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ട് ആ മഹാലക്ഷ്മിയുടെ ഫോട്ടോ എടുത്ത് നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് ദേവിയെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ മുല്ലപ്പൂക്കളൊക്കെ വാങ്ങിച്ച് മാല കെട്ടി ദേവിയെ അത് ചാർത്തിയിട്ട് ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് 108 1008 ജപിക്കാൻ സമയമുള്ളവരാണെങ്കിൽ 1008 ഇരുന്ന് അതിവിശേഷമായിട്ട് അങ്ങോട്ട് ജപിക്കുക. ഈ ദേവിക്ക് വിളക്കൊക്കെ കൊളുത്തി വെച്ച് ചന്ദനത്തിരിയോ അതുപോലെ തന്നെ അഷ്ടഗന്ധമൊക്കെ ഒന്ന് ധൂപങ്ങളൊക്കെ ഒന്ന് ദേവിക്ക് അർപ്പിക്കുക. എന്നിട്ടൊരു മാലയൊക്കെ അണിഞ്ഞ് ദേവിയുടെ മുന്നിലിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഓം ലക്ഷ്മി നാരായണായ നമ എന്ന് 108 ജപിക്കുക, അല്ലെങ്കിൽ 1008 ജപിക്കുക. 1008 അതിവിശേഷമാണ്. ഇത് 3 കാലത്തും വേണം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അന്നേ ദിവസം നടക്കില്ല, പ്രത്യേകിച്ച് അന്ന് ഏകാദശി ദിവസം നമ്മൾ ലീവ് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വളരെ സൗകര്യമാണ്. രാവിലെയും ജപിക്കുക, ഉച്ചയ്ക്കും ജപിക്കാം. 3 കാലത്തെന്ന് പറഞ്ഞാൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 കാലത്തും ജപിക്കാം. ഭാദ്രമാസത്തിൽ മഹാലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ നെല്ലി മരങ്ങൾ, വീട്ടിലെ ഒരു നെല്ലി സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു നെല്ലിമരം നട്ടുപിടിപ്പിക്കുന്നതും ഒക്കെ നമുക്ക് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രീതികരമാണ്. നെല്ലിമരം വളരെ വിശേഷമാണ്. വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലായിട്ടൊക്കെ ഇത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. കുബേര വിരചിതമായിട്ടുള്ള മഹാലക്ഷ്മി അഷ്ടകമുണ്ട്, അതുപോലെ ധനലക്ഷ്മി ധ്യാനമന്ത്രമുണ്ട്. ഇതൊക്കെ വീട്ടിലിരുന്ന് നെയ്വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങൾക്ക് നിരന്തരമൊക്കെ ജപിക്കാൻ സാധിക്കും. കഴിയുന്നത് അതിരാവിലെയൊക്കെ ജപിക്കുക, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ജപിക്കാം. അങ്ങനെയാകുമ്പോൾ സമ്പത്തും ഐശ്വര്യമൊക്കെ വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ കന്നിമാസത്തിലെ ഏകാദശി വ്രതത്തിൽ കമലാവ്രതം എടുക്കുക. എന്നിട്ട് 1 2 3 വർഷം അടുപ്പിച്ച് നിങ്ങൾ മറക്കാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ വളരെ വിശേഷമായിട്ടുള്ള രീതിയിലുള്ള സമ്പദ് സമൃദ്ധി വന്നു ചേരുന്നതാണ്.